അതിരടി ബേസിൽ ജോസഫ്, ടൊവിനോ, ശ്രീനിവാസൻ അല്ല വിനീത് ശ്രീനിവാസൻ. എന്തൊരു ടങ് ട്വിസ്റ്റ് ആണോ. അപ്പോൾ അതിരടി ടൈറ്റിൽ ടീസർ കാണാം. ആരാത് ചെയ്തത്? ആ ചെക്കനാണ്. ആ ചെക്കനല്ലെങ്കിൽ പിന്നെ മറ്റേ ആളാണ്. അതോ അവരൊരുമിച്ചാണോ? ഒരുമിച്ചോ? അതൊക്കെ നിങ്ങൾക്ക്. എനിക്കതങ്ങനെയല്ല. അവർ രണ്ടുപേരും ഒരിക്കലും ചേരാത്ത രണ്ട് താലദർശന്മാരാണ്. ഒരുത്തം കാട്ടുതീങ്കിൽ മറ്റവൻ കൊടുങ്കാറ്റ്. ഇപ്പോഴത്തെ അടിക്ക് വേറെന്തോ കാരണമില്ലേ? അടി അടി തല്ലുമല മൂടാന്ന് തോന്നുന്നു പടം. അട്ടിപ്പടമായിരിക്കും. ഇനി വേറെ സംസാരമില്ല. നീ തുടങ്ങണേ, ഞാൻ തീർക്കാം. തിരുവനന്തപുരം സ്റ്റൈൽ നീ തുടങ്ങണേ, ഞാൻ തീർക്കാം. അടിയൊക്കെ കുറെ കണ്ടല്ലേ. ഇത് വെറുപടിയല്ല, അതിരടി. ചമഞ്ചാക്കോ ഒന്നും പറയാനില്ല. ചമഞ്ചാക്കോ എഡിറ്റർ ചമഞ്ചാക്കോ. തീർച്ചയായും പടം ഷൂട്ടിങ് തുടങ്ങിയില്ലേ? 2026 റിലീസ്. ഷൂട്ടിങ്ങൊന്നും തുടങ്ങിയില്ല. ചമഞ്ചാക്കോ എനിക്കാ പേര് കേട്ടത്. പുള്ളി എഡിറ്റിംഗ് സ്റ്റൈല്, പിന്നെ ഡയറക്ഷൻ നന്നായിരിക്കണം, കഥ നന്നായിരിക്കണം. അപ്പോൾ ടൊവിനോ, ബേസിൽ ജോസഫ്, വിനീത് ശ്രീനിവാസൻ, ഒരാടിപ്പടം ലോഡിങ് ആണ്. അത്രേ ഉള്ളൂ. ഇതിൻ്റെ ഇടയിൽ പൃഥ്വിരാജിൻ്റെ ഒരു സാധനം കൂടെ വന്നായിരുന്നല്ലോ, സംതിങ് മാർക്കോ പോലൊരു ഐറ്റം. ഖലീഫ കണ്ടു കളയാം. In what seems like a plot straight out of a movie script, police and customs officials have unearthed a multi-million-dollar gold smuggling racket operating out of the Middle East through networks in London, Nepal, and Kerala. Though details remain unclear. ഗോൾഡ് മാഫിയ തന്നെയല്ലേ മാർക്കോയിൽ ഗോൾഡ് മാഫിയ. ഖലീഫ എന്താണ് പുതുതായിട്ട് കൊണ്ടുവരുന്നതെന്ന് നോക്കാം. വൈശാഖാണ് ആള്, നമുക്ക് വിശ്വസിക്കാം. ആള് നല്ല പടമൊക്കെ എടുക്കുന്ന ആളാ. എന്തായി ഹംസേ, പെട്ടല്ലോ തന്റെ ആമത്. ഇനി ഇന്ത്യ മഹാരാജ്യത്തെ എവിടെ നമുക്ക് കാലെടുത്ത് വെത്തിയാലും അപ്പൊക്കെ അകത്തണം. അതായി കോഫി പോസ്റ്റ് ഒരു ഗോൾഡൻ ഷെയ്ഡിൽ കളർ ഗ്രേഡിൽ കൊടുത്തത് എനിക്ക് ഇഷ്ടപ്പെട്ടു. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ വന്നപ്പോൾ ഒരു ഡാർക്ക് ബ്ലൂയിഷ് ഷെയ്ഡ്. അതിനെപ്പറ്റിയൊന്നും പറയാറായിട്ടില്ല. കാണാം. പണിക്കർ സാറെ, എങ്ങൾക്കറിയോ ഈ നാട്ടിൽ എങ്ങനെ കൊഫേ പോസ് ഉണ്ടായത്? അങ്ങ് വടക്ക് സുക്കൂർ നരയൻ ബാക്കിയും ഹാജി മസ്താൻ, ഈടത്തേക്ക് മുതലിയാരും, പിന്നെ മറ്റേ ഹാജി മസ്താനാണ്. ഹാജി മസ്താൻ സലാം വയ്ക്കും ആ സാധനമാണോ? പറയ്ക്കൽ അമ്മദാലി. അങ്ങനെ നാലാളെയും കൂട്ടി ഗോൾഡ് ബാറാക്കി ചോക്ലേറ്റ് ഇതിൽ സ്മഗിൾ ചെയ്യുന്ന സെറ്റപ്പ് ഒക്കെ എന്തോ വലുതായിട്ട് ബിൽഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. എനിക്കും വെള്ളം കുടിച്ചു പോയിരുന്നു മിസ്സിസ് ഗാന്ധി. അങ്ങനെ ഒരു 74 പാർലമെന്റ് കൊഫേ പോസ പാസ്സാക്കുന്നത്.
എന്നിട്ട് ആ പോസേമേൽ ഒരു അരമണിക്കൂർ അമ്മദാലിനെ പിടിച്ച് അകത്തുകാൻ ഓരെ കൊണ്ടായിട്ടില്ല സാറേ. ആ അമ്മദാലിന്റെ പേരക്കുട്ടിയാവാൻ ആമിർ. സാറൊന്ന് ശ്രമിച്ചു നോക്കാം ആമിർ അലീനെ പൂട്ടാൻ. അപ്പ കാണാം നമ്പറം പള്ളിയിലെ ഉറൂസ്. നമ്പറം പള്ളിയിൽ ഉറൂസ്. ചമൻ ചാക്കോ, ജേക്സ് ബിജോയ്, എന്റെ പൊന്നു. ജിമ്മി എബ്രഹാം, വിളിക്കും മോനെ. നെക്സ്റ്റ് ഓണം 2026 ഓണത്തിന് ഖലീഫ. വേറെ എന്തെങ്കിലും വേണോ? എൻ്റെ അമ്മൂ പടം എനിക്കിത് ഇത്ര കണ്ടപ്പോഴേ മനസ്സിലായി ഇത് പൊളിക്കും. ഇത്രയും പോരാ, സ്റ്റോറിയും വേണം. അപ്പോൾ അതിലടി ഖലീഫ 2026 ലൈനപ്സ് ആണ്. ഇനി അങ്ങോട്ട് നല്ല നല്ല സിനിമകളായിരിക്കും ഇറങ്ങാൻ പോകുന്നത്. കാര്യം കഴിവുള്ളവരൊക്കെ വന്നു, കഴിവുള്ളവരൊക്കെ മലയാളം മൂവീസിൻ്റെ തലവരെ മാറ്റി. ഞാൻ പറയാം, എനിക്ക് എൻ്റെ ഒരു ഇതിൽ ഇത് കിടിലിനായിട്ട് വർക്കൗട്ടായി മലയാള സിനിമ മാറി തുടങ്ങിയത് നമ്മുടെ മിന്നൽ മുരളി, അതുപോലെ തന്നെ 2018 അങ്ങനെയുള്ള കുറേ സിനിമകൾ ഇറങ്ങിയതിന് ശേഷമാണ്. അതിന് മുന്നും കുറേ ശ്രമങ്ങൾ നടന്നിട്ടുണ്ടെങ്കിലും എന്നെ പേഴ്സണലി പറയാണ്, മലയാള സിനിമ മാറാൻ തുടങ്ങിയത് ആ ഒരു പോയിന്റ്, അതായത് കൊറോണയൊക്കെ കഴിഞ്ഞ്, കൊറോണയ്ക്കൊക്കെ തൊട്ട് മുന്നേ, കഴിഞ്ഞിട്ടല്ല തൊട്ട് മുന്നേ ഉള്ള ആ ടൈം തൊട്ടാണ്. എനിവേ, അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം. ബൈ.